Let's start learning English. ഹലോ മക്കളെ, വെൽക്കം ടു ക്ലാസ് 41. 41ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ആദ്യത്തെ അറ്റൻഡൻസ് ഇട്ടോളൂ. ഓക്കെ, ഇന്ന് ടീച്ചർക്ക് കുറച്ച് എനർജി കുറവുണ്ട്, എന്നിരുന്നാലും കുഴപ്പമില്ല. ക്ലാസ് കുറച്ചങ്ങോട്ട് എത്തുമ്പോഴേക്കും എനർജി ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ കൂടും. അങ്ങനെയാണല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ എല്ലാവരും അറ്റൻഡൻസ് ഇട്ടല്ലോ. ഇനി നമുക്ക് ഇതുവരെ പഠിച്ച എല്ലാ വാക്കുകളും ഒന്ന് അതിൻ്റെ V1 ഫോം, ബേസ് ഫോമും അതിൻ്റെ ഒരു അർത്ഥവും, ഓരോന്നിൻ്റെയും അർത്ഥവും നമുക്ക് ഒന്ന് ഓടിച്ചിടാം. ഓക്കെ, റൺ ഓടുക, ജംപ് ചാടുക, ഈറ്റ് തിന്നുക, ബ്രഷ് പല്ല് തേക്കുക, റീഡ് വായിക്കുക, ഡ്രിങ്ക് കുടിക്കുക, വാഷ് കഴുകുക, പ്ലേ കളിക്കുക, സിറ്റ് ഇരിക്കുക, വാക്ക് നടക്കുക, ഗോ പോകുക, കം വരിക, ക്ലൈം കയറുക, ഫ്ലൈ പറക്കുക, സ്വിം നീന്തുക, ടേർ കീറുക, കുക്ക് പാചകം ചെയ്യുക, കട്ട് മുറിക്കുക, റൈറ്റ് എഴുതുക, ലേൺ പഠിക്കുക, സ്റ്റാൻഡ് നിൽക്കുക, സ്ലീപ്പ് ഉറങ്ങുക, ഡാൻസ് നൃത്തം ചെയ്യുക, സിംഗ് പാടുക, പ്രേ പ്രാർത്ഥിക്കുക, ഡ്രോ വരയ്ക്കുക, വെയർ ധരിക്കുക, പുട്ട് ഇടുക, ടേക്ക് എടുക്കുക, സീ കാണുക, വാച്ച് കാണുക വീക്ഷിക്കുക, ഗ്രോ വളരുക വളർത്തുക, കോം ചീകുക, ബീറ്റ് അടിക്കുക, ഹിറ്റ് ഇടിക്കുക, കിക്ക് തൊഴിക്കുക, പ്രിപ്പയർ തയ്യാറാവുക തയ്യാറാക്കുക, മെയ്ക്ക് ഉണ്ടാക്കുക, ടീച്ച് പഠിപ്പിക്കുക, ബ്രിങ് കൊണ്ടുവരിക, ബൈ വാങ്ങുക, ബിഗിൻ തുടങ്ങുക, ബിക്കം ആയിത്തീരുക, ഡിഗ് കുഴിക്കുക, ഡു ചെയ്യുക, ഫർഗെറ്റ് മറക്കുക, ഫർഗിവ് പൊറുക്കുക, ഫോൾ വീഴുക, ഫീൽ തോന്നുക, ഫൈറ്റ് വഴക്കിടുക, ഫൈൻഡ് കണ്ടെത്തുക, ഫ്രീസ് തണുത്തുറയ്ക്കുക, ഗിവ് നൽകുക, ഹിയർ കേൾക്കുക, ലിസൺ ശ്രദ്ധിച്ചു കേൾക്കുക, കീപ്പ് വയ്ക്കുക, നോ അറിയുക, ലീഡ് നയിക്കുക, ലെൻഡ് കടം നൽകുക, റൈസ് ഉയരുക ഉദിക്കുക, സെൽ വിൽക്കുക, സ്പെൻഡ് ചെലവാക്കുക ചെലവഴിക്കുക, അഡ്വൈസ് ഉപദേശിക്കുക, പുഷ് തള്ളുക, പുൾ വലിക്കുക, ട്രൈ ശ്രമിക്കുക, ഫ്രൈ പൊരിക്കുക, ക്രൈ കരയുക, ഡ്രൈ ഉണക്കുക ഉണങ്ങുക, ക്ലീൻ വൃത്തിയാക്കുക അഴുക്കകറ്റുക, ടൈഡി അടുക്കി വയ്ക്കുക, ഡസ്റ്റ് പൊടി തട്ടുക, സ്വീപ്പ് അടിച്ചു വാരുക തൂത്തുവാരുക, മോപ്പ് തുടയ്ക്കുക, സ്പീക്ക് സംസാരിക്കുക, ഇതിൽ ആശയം വ്യക്തമാക്കുക, അതാണ് സ്പീക്ക്, ടോക്ക് സംസാരിക്കുക സംഭാഷണം നടത്തുക, ടെൽ പറയുക, സേയ് പറയുക, ലുക്ക് നോക്കുക, ഹോൾഡ് പിടിക്കുക, ബിൽഡ് നിർമ്മിക്കുക, തിങ്ക് ചിന്തിക്കുക, റീച്ച് എത്തുക എത്തിപ്പിടിക്കുക, കോൾ വിളിക്കുക. ഓക്കെ അല്ലേ മക്കളെ? ഇത്രയും വാക്കുകളാണ് നമ്മൾ ഇതുവരെ കഴിഞ്ഞ 40 ക്ലാസ്സസിലൂടെ പഠിച്ചത് അല്ലേ? ഇന്ന് നമ്മൾ പുതിയതായി 3 വാക്കുകൾ പഠിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പം എല്ലാവരും ഒരു തവണ കൂടെ അറ്റൻഡൻസ് ഇട്ടേ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ആദ്യത്തെ വാക്കാണ് ചിരിക്കുക. ലാഫ്, LAUGH, ലാഫ്. ഒരു എഫും നിങ്ങൾക്ക് അവിടെ കാണില്ല, ഒരു PHും നിങ്ങൾക്ക് കാണില്ല. ഇവിടെ GH ആണുള്ളത്, അതിനെ വായിക്കുക. ലാഫ്, LAUGH, ലാഫ്, ചിരിക്കുക. പലപ്പോഴും ഈ ചിരിക്കുക എന്നുള്ളതും പുഞ്ചിരിക്കുക എന്നുള്ളതും കുട്ടികൾക്ക് കൺഫ്യൂസ്ഡ് ആവാറുണ്ട്. പുഞ്ചിരിക്കുക എന്നുള്ളത് സ്മൈലാണ്, സ്മൈൽ, SMILE, സ്മൈൽ. ഓക്കെ, പുഞ്ചിരിക്കുക എന്നുള്ളത് സ്മൈലാണ്. ചിരിക്കുക എന്നുള്ളതാണ് ലാഫ്, LAUGH. ഓക്കെ, സ്മൈൽ എന്ന് പറഞ്ഞാൽ പുഞ്ചിരിക്കുക, മന്ദഹസിക്കുക എന്നൊക്കെ പറയുന്നത്. ലാഫ് എന്നുള്ളത് ചിരിക്കുക. ഓക്കെ, ലാഫ് ചെയ്യുന്ന സമയത്ത് പൊതുവെ ശബ്ദമൊക്കെ വരാം, പക്ഷെ ഒരിക്കലും സ്മൈൽ ചെയ്യുമ്പോൾ ശബ്ദം വരില്ല.
എപ്പോഴും ആ ഒരു വ്യത്യാസം ഓർമ്മയിൽ വെക്കുക. സ്മൈലാണ് പുഞ്ചിരിക്കുക. നമ്മളൊരാളെ പരിചയമുള്ള ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുക പുഞ്ചിരിക്കുക, മന്ദഹസിക്കുക. ഓക്കെ, അല്ലാതെ നമ്മളിങ്ങനെ തമാശയിലൊക്കെ ചിരിക്കുന്നതാണ് ലാഫ്. ഓക്കെ, ചമ്മിയാൽ ചിരിക്കുന്നതും ലാഫ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ലാഫ്, LAUGH, ലാഫ്. ആ ചിത്രം ടീച്ചർ ഡെപ്പിക്റ്റ് ചെയ്ത ചിത്രം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ലാഫ് എന്നുള്ളത്. ഓക്കെ, ലാഫ്, LAUGH, ലാഫ്, LAUGH, ലാഫ്, LAUGH, ലാഫ്, ലാഫ്. ഇനി ചിരിച്ചു എന്ന് പറയുകയാണെങ്കിൽ എങ്ങനെയാണ് പറയുക? അതിലേക്കൊരു ED ആഡ് ചെയ്യുക. ഓക്കെ, ലാഫ്റ്റ്, ലാഫ്റ്റ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും D ആഡ് ചെയ്യാൻ പറഞ്ഞ ടീച്ചർ എന്താ ഇങ്ങനെ T പറയുന്നത്? ഇതും നമ്മുടെ ജംപ്ഡ്, പുഷ്ഡ്, മോപ്ഡ്, കിക്ഡ് എന്നൊക്കെ ഉള്ളതുപോലെ തന്നെ അവസാനം ED ആണെങ്കിൽ കൂടിയും നമ്മളതിനെ ഉച്ചരിക്കുക ട് എന്നാണ്. ഓക്കെ, ലാഫ്റ്റ്, ലാഫ്റ്റ്, ലാഫ്റ്റ്. ED ആണെങ്കിൽ കൂടിയും ട് എന്നുള്ള ഉച്ചയാണ് വരേണ്ടത്, ശബ്ദമാണ് വരേണ്ടത്. ഓക്കെ, LAUGHED, laughed, laugh, laughed, laughed, laugh, laughed, laughed. LAUGH, laugh, LAUGHED, laughed, laugh, laughed, laughed. Okay, LAUGH, laugh, LAUGHED, laughed, laugh, laughed, laughed. Okay, V1 form base form laugh, V2 form past form laughed, V3 form past participle form laughed, V1 form base form laugh, V2 form past form laughed, V3 form past participle form laughed. Okay അല്ലേ മക്കളെ? അടുത്തത് ചിരിക്കുന്നു, ചിരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുക എങ്ങനെയാണ്? ING ആഡ് ചെയ്യുക അല്ലേ? laughing, laughing. Okay, laughing, laughing. Okay, laugh, laughed, laughed, laughing, laughs. LAUGHS, laughs. Okay, V1 form base form laugh, V2 form past form laughed, V3 form past participle form laughed, V4 form present participle form laughing, V5 form third person singular present form laughs. Laugh, laughed, laughed, laughing, laughs. Laugh, laughed, laughed, laughing, laughs. V1 form base form laugh, V2 form past form laughed, V3 form past participle form laughed, V4 form present participle form laughing, V5 form third person singular present form laughs. Laugh, laughed, laughed, laughing, laughs. ഇനി എന്താണ് നമ്മുടെ ഈ ലാഫ്, ചിരിക്കുക എന്നുള്ളത് നമ്മൾ എന്തിലേക്ക് ഇടണം? സെൻറ്റൻസസിലോട്ട് ഇടണം അല്ലേ? നോക്കാം. We often laugh at his jokes. We often laugh at his jokes. ഞങ്ങൾ പലപ്പോഴും അവൻ്റെ തമാശകൾക്ക് ചിരിക്കാറുണ്ട്. തമാശകൾ കേട്ട് ചിരിക്കാറുണ്ട് എന്ന് പറയാം, തമാശകൾക്ക് ചിരിക്കാറുണ്ട്. ഇവിടെ കേട്ടു എന്ന് എന്താണ് പ്രത്യക്ഷമായി പറയുന്നില്ല, പക്ഷേ തമാശകൾ നമ്മൾ കേട്ടാലല്ലേ നമുക്ക് ചിരിക്കാൻ പറ്റൂ. അപ്പോൾ അറ്റ് ഹിസ് ജോക്സ്, ആളുടെ ജോക്കുകളുടെ മേൽ നമ്മൾ ചിരിക്കാറുണ്ട്. ഓക്കെ, വി ഓഫൻ, ഞങ്ങൾ പലപ്പോഴും, ഓഫൻ പലപ്പോഴും, വി ഓഫൻ ലാഫ് അറ്റ് ഹിസ് ജോക്സ്, അയാളുടെ അല്ലെങ്കിൽ അവൻ്റെ തമാശകൾക്ക് ചിരിക്കാറുണ്ട്. തമാശകളുടെ മേൽ, അറ്റ് ഹിസ് ജോക്സ്, തമാശകളുടെ മേൽ. ഓക്കെ, വി ഓഫൻ ലാഫ് അറ്റ് ഹിസ് ജോക്സ്, ഞങ്ങൾ പലപ്പോഴും അവൻ്റെ തമാശകളുടെ മേൽ ചിരിക്കാറുണ്ട്, അല്ലെങ്കിൽ അവൻ്റെ തമാശകൾക്ക് ചിരിക്കാറുണ്ട്. അങ്ങനെയല്ല മലയാളത്തിൽ പറയുമ്പോൾ തമാശകൾ കേട്ട് ചിരിക്കാറുണ്ട് എന്ന് പറഞ്ഞാലും തെറ്റില്ല. എന്തായാലും
അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകണം. ആ രീതിയിൽ തന്നെ എഴുതിയും വെക്കണം. ഓക്കെ. വി ഓഫൻ ലാഫ്, നമ്മൾ പലപ്പോഴും ചിരിക്കാറുണ്ട്, ചിരിക്കും, ചിരിക്കുന്നു. അറ്റ് ഹിസ് ജോക്സ്, അവൻ്റെ തമാശകൾക്കുമേൽ. ഓക്കെ. അവൻ്റെ തമാശകൾ കേട്ട് ഞങ്ങൾ പലപ്പോഴും ചിരിക്കാറുണ്ട്. അവൻ്റെ തമാശകൾ കേട്ട് നമ്മൾ പലപ്പോഴും ചിരിക്കുന്നു, ചിരിക്കും, എങ്ങനെ എഴുതാം. ഓക്കെ. അത് എന്താണ്, സ്ഥിരമുള്ള പരിപാടിയാണ്. ഓക്കെ. ഓഫൻ, പലപ്പോഴും നടക്കുന്നതാണത്. ഓക്കെ. വി ഓഫൻ ലാഫ് അറ്റ് ഹിസ് ജോക്സ്. വി ഓഫൻ ലാഫ് അറ്റ് ഹിസ് ജോക്സ്. They laughed loudly at the comedian's performance. They laughed loudly at the comedian's performance. They laughed loudly at the comedian's performance. കൊമേഡിയൻ്റെ പ്രകടനം കണ്ട് അവർ ചിരിച്ചു. ഉറക്കെ ചിരിച്ചു, ചിരിച്ചു, എങ്ങനെയും പറയാം. ഈ ലാഫ് എന്നുള്ളത് ഉറക്കെ ചിരിക്കുന്നത് തന്നെയാണ്. പുഞ്ചിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ മന്ദഹാസം. അല്ലാതെ ഈ ശബ്ദം വന്നുകൊണ്ടുള്ള ചിരി തന്നെയാണ് ഈ ലാഫ്. ഓക്കെ. കൊമേഡിയൻ്റെ പ്രകടനം കണ്ട്, പെർഫോമൻസ് പ്രകടനം, പെർഫോമൻസ് പ്രകടനം, പെർഫോമൻസ് പ്രകടനം. ഓക്കെ. പ്രകടനം, പെർഫോമൻസ്. ഓക്കെ. കൊമേഡിയൻസ് പെർഫോമൻസ്, കൊമേഡിയൻ്റെ പ്രകടനം. നമ്മൾ മലയാളത്തിൽ പറയുമ്പം കൊമേഡിയൻ എന്ന് പറയില്ല, കോമേഡിയൻ, കോമഡിക്കാരൻ എന്നൊക്കെ പറയും. ഓക്കെ. കൊമേഡിയൻ, അതാണ് മലയാളത്തിൽ ടീച്ചർ അർത്ഥം അങ്ങനെ പറഞ്ഞത്, തമാശ പറയുന്നയാൾ. ഓക്കെ. They laughed loudly at the comedian's performance. They laughed loudly at the comedian's performance. Okay. കൊമേഡിയൻ്റെ പ്രകടനം കണ്ട് അവർ ഉറക്കെ ചിരിച്ചു. ലാഫ്റ്റ്, V2 ഫോം, പാസ്റ്റ് ഫോം. ഓക്കെ. അടുത്തത്, ഷീ ഹാസ് ലാഫ്റ്റ് സോ ഹാർഡ് ഹർ സ്റ്റൊമക്ക് ഹേർട്സ്. ഇവിടെ ഇതാ ഹേർട്ട് കണ്ടോ, വേദനിക്കുന്നു, അസ്വസ്ഥത ഉണ്ടാകുന്നു. ഓക്കെ. അല്ലെങ്കിൽ മുറിവേൽപ്പിക്കുന്നു, മുറിവ് പറ്റുന്നു എന്നൊക്കെ ഉള്ളതിന് ഉപയോഗിക്കുന്ന ഹേർട്ട് എന്നുള്ളതിൻ്റെ സ്പെല്ലിംഗ് അതാണ്, HURT. ഓക്കെ. ഷീ ഹാസ് ലാഫ്റ്റ് സോ ഹാർഡ് ഹർ സ്റ്റൊമക്ക് ഹേർട്സ്. ഷീ ഹാസ് ലാഫ്റ്റ് സോ ഹാർഡ് ഹർ സ്റ്റൊമക്ക് ഹേർട്സ്. അവൾ അത്രമേൽ ശക്തമായി ചിരിച്ചിട്ടുണ്ട്, അവളുടെ വയറ് വേദനിക്കുന്നു. അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ്. ഹേർട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദനപ്പെടുത്തുക എന്നുള്ളതാണ്. ഇവിടെ ഹേർട്സ്, സ്റ്റൊമക്ക് ഹേർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറ് വേദനിക്കുന്നു. അവൾ അത്രമേൽ ചിരിച്ചിന്, അതുകൊണ്ട് വേദനിക്കുന്നു എന്നാണ്. ഓക്കെ. ഇവിടെ ഹാസ് ലാഫ്റ്റ് എന്നുള്ളതിൽ ലാഫ്റ്റ് എന്താണ്, V3 ഫോമാണ്. ഷീ ഹാസ് ലാഫ്റ്റ് സോ ഹാർഡ് ഹർ സ്റ്റൊമക്ക് ഹേർട്സ്. അവൾ അത്രമേൽ ചിരിച്ചതുകൊണ്ട് അവളുടെ വയറ് വേദനിക്കുന്നു. ഇതാണ് അതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അവർ V3 ഫോം യൂസ് ചെയ്തിട്ടാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ചിരിച്ചിട്ടുണ്ട്, അതിനാൽ അവളുടെ വയറ് വേദനിക്കുന്നു എന്നുള്ള രീതിയിലാണ് എഴുതിയിട്ടുള്ളത്. പക്ഷെ നമ്മൾ മലയാളത്തിൽ അർത്ഥം പറയുമ്പോൾ അവൾ അത്രമേൽ ചിരിച്ചതിനാൽ, അത്രമേൽ ശക്തമായി ചിരിച്ചതിനാൽ അവൾക്ക് വയറ് വേദനിക്കുന്നു. അവൾ അത്രമേൽ ശക്തമായി ചിരിച്ചതിനാൽ അവൾക്ക് വയറ് വേദനിക്കുന്നു. ഓക്കെ. അവൾക്ക് വയറെന്നല്ല, അവളുടെ വയറ് വേദനിക്കുന്നു. അവൾ അത്രമേൽ ശക്തമായി ചിരിച്ചതിനാൽ അവളുടെ വയറ് വേദനിക്കുന്നു. ഷീ ഹാസ് ലാഫ്റ്റ് സോ ഹാർഡ് ഹർ സ്റ്റൊമക്ക് ഹേർട്സ്. ഷീ ഹാസ് ലാഫ്റ്റ് സോ ഹാർഡ് ഹർ സ്റ്റൊമക്ക് ഹേർട്സ്. ഷീ ഹാസ് ലാഫ്റ്റ് so hard her stomach hurts. The children are laughing happily in the park. The children are laughing happily in the park. The children are laughing happily in the park. ഇവിടെ എന്താ പറയുന്നത്? പാർക്കിൽ കുട്ടികൾ
സന്തോഷത്തോടെ ചിരിക്കുന്നു. ലാഫിങ് ഹാപ്പിലി, സന്തോഷത്തോടെ ചിരിക്കുന്നു. ഇവിടെ ഹാപ്പിലി എന്താണ്? ലാഫിങ് എന്ന നമ്മുടെ ക്രിയയെ വിശേഷിപ്പിക്കുകയാണ്. സോ അതെന്താണ്? ക്രിയാവിശേഷണമാണ് ഹാപ്പിലി, adverb. Okay, the children are laughing happily in the park. The children are laughing happily in the park. പാർക്കിൽ കുട്ടികൾ സന്തോഷത്തോടെ ചിരിക്കുന്നു. The children are laughing happily in the park. He always laughs at my silly stories. 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 എൻ്റെ മണ്ടൻ കഥകൾ കേട്ട് അവൻ എപ്പോഴും ചിരിക്കും. അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇവിടെ കേട്ടു എന്നൊന്നും പറഞ്ഞിട്ടില്ല. അറ്റ് മൈ സില്ലി സ്റ്റോറീസ്, നേരത്തെ അറ്റ് ഹിസ് ജോക്സ് എന്ന് പറഞ്ഞതുപോലെ. എൻ്റെ മണ്ടൻ കഥകൾക്കു മേലെ അവൻ എപ്പോഴും ചിരിക്കും, ചിരിക്കാറുണ്ട്, ചിരിക്കുന്നു. എൻ്റെ മണ്ടൻ കഥകൾക്കുമേൽ അവൻ എപ്പോഴും ചിരിക്കും, ചിരിക്കാറുണ്ട്, ചിരിക്കുന്നു. ഇത് എന്താണ്? സ്ഥിരമായി നടക്കുന്നത്. ഓൾവേസ്, എപ്പോഴും. നേരത്തെ ഓഫൻ, പലപ്പോഴും. ഓൾവേസ്, എപ്പോഴും. ഓക്കെ, ഹി ഓൾവേസ് laughs at my silly stories. He always laughs at my silly stories. എൻ്റെ മണ്ടൻ കഥകൾക്കുമേൽ അവൻ എപ്പോഴും ചിരിക്കും. എൻ്റെ മണ്ടൻ കഥകൾക്കുമേൽ അവൻ എപ്പോഴും ചിരിക്കാറുണ്ട്. എൻ്റെ മണ്ടൻ കഥകൾക്കുമേൽ അവൻ എപ്പോഴും ചിരിക്കുന്നു. അത് എപ്പോഴും നടക്കുന്നതാണ്. ഓൾവേസ്, എപ്പോഴും. ഓഫൻ, പലപ്പോഴും. ഓക്കെ, ഹി ഓൾവേസ് laughs at my silly stories. He always laughs at my silly stories. He always laughs at my silly stories. ഓക്കെ, പിന്നെ എന്ത് ചെയ്യാം? എൻ്റെ കൂടെ തന്നെ, ടീച്ചറുടെ കൂടെ തന്നെ സെൻറ്റൻസസ് എല്ലാം ഒരു 3 തവണ വായിക്കാം അല്ലേ? We often laugh at his jokes. We often laugh at his jokes. We often laugh at his jokes. They laughed loudly at the comedian's performance. 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 Okay? She has laughed so hard her stomach hurts. She has laughed so hard her stomach hurts. She has laughed so hard her stomach hurts. The children are laughing happily in the park. The children are laughing happily in the park. The children are laughing happily in the park. He always laughs at my silly stories. He always laughs at my silly stories. He always laughs at my silly stories. ഓക്കെ അല്ലേ മക്കളെ? എന്ത് ചെയ്യണം? ലാഫ് എന്ന വാക്കിൻ്റെ V1, V2, V3, V4, V5 ഇവിടെ കോമൻറ്റ് ചെയ്യണം. ഓക്കെ, ലാഫ്, ലാഫ്റ്റ്, ലാഫ്റ്റ്, ലാഫിങ്, ലാഫ്സ്. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ, അടുത്ത വാക്കാണ് ഓപ്പൻ. OPEN. ഓപ്പൻ, 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 ഓപ്പൻ. OPEN, ഓപ്പൻ, തുറക്കുക. ഇവിടെ വലതുവശത്തുള്ള ചിത്രം ഇങ്ങനെ അനങ്ങുകയാണല്ലേ? തുറക്കുകയും ചെയ്യുന്നുണ്ട്, അടക്കുകയും ചെയ്യുന്നുണ്ട് അല്ലേ?
ഓക്കെ, ഓപ്പൻ, OPEN. ഇവിടെ ഇടതുവശത്ത് ഒരു പെൺകുട്ടി വാതിൽ തുറക്കുകയാണ് അല്ലേ. ഓപ്പൻ, OPEN, ഓപ്പൻ, ഓപ്പൻ, OPEN, ഓപ്പൻ. ഓക്കെ അല്ലേ മക്കളെ. ഇനി തുറന്നു എന്നെങ്ങനെ പറയാം? ED ആഡ് ചെയ്യാം. ഓപ്പൻഡ്, 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 ഓപ്പൻ, ഓപ്പൻഡ്, ഓപ്പൻഡ്. V1 form base form open, V2 form past form opened, V3 form past participle form opened. Open, opened, opened, open, opened, opened. തുറക്കുക, തുറന്നു, തുറക്കപ്പെട്ടു. ഓപ്പൻ, തുറക്കുക. ഓപ്പൻഡ്, V2 form past form, തുറന്നു. ഓപ്പൻഡ്, V3 form past participle form, തുറക്കപ്പെട്ടു. ഓപ്പൻ, ഓപ്പൻഡ്, ഓപ്പൻഡ്. V1 form base form open, V2 form past form opened, V3 form past participle form opened. ഓക്കെ, ഇത് T അല്ല D തന്നെയാണ്. did, opened. ഓക്കെ, ഇനി തുറക്കുന്നു എന്നെങ്ങനെ പറയാം? ഓപ്പനിങ്, ഓപ്പനിങ്. ഓക്കെ, തുറക്കുന്നു എന്നെങ്ങനെ പറയാം? ഓപ്പനിങ്, OPENING, ഓപ്പനിങ്, 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 ഓപ്പനിങ്. ഓക്കെ, ഓപ്പനിങ്. V1 form base form open, V2 form past form opened, V3 form past participle form opened, V4 form present participle form opening, V5 form third person singular present form opens. Open, opened, opened, opening, opens. Open, opened, opened, opening, opens. Okay, V1 form base form open, V2 form past form opened, V3 form past participle form opened, V4 form present participle form opening, V5 form third person singular present form opens. ഓക്കെ അല്ലേ മക്കളെ. ഇനി എന്ത് ചെയ്യാം? നമുക്കതിനെ സെൻറ്റൻസസിലോട്ടിടാം. അങ്ങനെയല്ല നിങ്ങൾ പറയാൻ പോകുന്നത്? അല്ല, ഇപ്പോഴും നമ്മളതിനെ സെൻറ്റൻസസിലോട്ടിടുന്നില്ല. പകരം ഓപ്പൺ എന്ന വാക്കിൻ്റെ നേർവിപരീതം, ഓപ്പോസിറ്റ്, ആൻറ്റണിം ആയ ഓപ്പൺ എന്നുള്ളതിൻ്റെ നേർവിപരീതമായ ക്ലോസ് എന്ന വാക്കുകൂടി നോക്കിയതിന് ശേഷമേ നമ്മൾ രണ്ടെണ്ണത്തിനെയും കൂടി സെൻറ്റൻസസിലോട്ടിടുന്നത്. ഓക്കെ അല്ലേ? അടയ്ക്കുക, ക്ലോസ്. അടയ്ക്കുക, ക്ലോസ്. നിങ്ങൾ മനസ്സിലാക്കണം, CLOSE എന്ന വാക്ക് അത് രണ്ടർത്ഥത്തിൽ വരാം, രണ്ട് രീതിയിൽ. ഒന്നെങ്ങനെയാണ്? അടുത്ത് എന്നുള്ള അർത്ഥം, ക്ലോസ്, നിയർ, അടുത്ത്, അടുപ്പം, അടുത്തത് അല്ലെങ്കിൽ അടുപ്പം ഒക്കെ പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ്? ക്ലോസ്. അത് ക്ലോസ് ആണ്. CLOSE, ക്ലോസ് എന്നാണ് നമ്മളതിനെ ഉച്ചരിക്കുക. നേരെ മറിച്ച് നമ്മൾ ആക്ഷൻ വേർഡ് അല്ലെങ്കിൽ ക്രിയയായിട്ട് ഒരു പ്രവൃത്തിയായി അടയ്ക്കുക എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുമ്പോൾ നമ്മളതിനെ എന്താ പറയുക? ക്ലോസ് എന്നുള്ള ശബ്ദമാണ് വരിക. ഓക്കെ, നമ്മുടെ ഉച്ചാരണത്തിൽ ഈ രണ്ട് വ്യത്യാസങ്ങൾ വരുമ്പോഴാണ് നമുക്ക് അർത്ഥം കേൾവിക്കാരന് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുക. ഓക്കെ, ക്ലോസ് അടുത്ത്, നിയർ എന്നുള്ള അർത്ഥം. ഓക്കെ, ക്ലോസ് അടയ്ക്കുക എന്നർത്ഥം. നമ്മളിപ്പോൾ പഠിക്കുന്നത് എന്താണ്? അടയ്ക്കുക. നമ്മൾ പഠിക്കുന്നത് അടയ്ക്കുക എന്നാണ്. ഓക്കെ, അടയ്ക്കുക, ക്ലോസ്, ക്ലോസ്, CLOSE, ക്ലോസ്. മനസ്സിലാക്കുക, സെയിം സ്പെല്ലിംഗ് ആണ് ക്ലോസിനും ക്ലോസിനും. പക്ഷെ ഒന്ന് ക്ലോസ് എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ക്ലോസ് എന്ന് പറയുന്നത് പ്രവൃത്തിയാണ്, അതായത് അടയ്ക്കുക എന്നുള്ള അർത്ഥത്തിൽ വരുമ്പോഴാണ്. ക്ലോസ് എന്ന് പറയുക അടുപ്പം, അടുത്തത്, അടുത്തുള്ളത് എന്നൊക്കെ പറയുമ്പോൾ. ഓക്കെ, ക്ലോസ് അടയ്ക്കുക, ക്ലോസ് അടയ്ക്കുക, CLOSE, ക്ലോസ്. ഓക്കെ മക്കളെ. ഇനി അടച്ചു എന്നെങ്ങനെ പറയും? ക്ലോസ്ഡ്, ക്ലോസ്ഡ്. ഓക്കെ, ക്ലോസ്ഡ്, ക്ലോസ്ഡ്.
ക്ലോസ്ഡ്. CLOSED. ക്ലോസ്ഡ്. ഇവിടെയും ഡ തന്നെയാണ്, ട് ഒന്നുമല്ല. ഓക്കെ, ക്ലോസ്, ക്ലോസ്ഡ്, ക്ലോസ്ഡ്, ക്ലോസ്, ക്ലോസ്ഡ്, closed. Okay, V1 form base form close, V2 form past form closed, V3 form past participle form closed, V1 form base form close, V2 form past form closed, V3 form past participle form closed, close, closed, closed, V1 form base form close, V2 form past form closed, V3 form past participle form closed, close, closed, closed. ഇനി അടയ്ക്കുന്നു എന്നെങ്ങനെ പറയും? ING ചേർത്ത് പറയണം. ഇവിടെ ING ചേർക്കുമ്പോൾ ഈ എടുത്ത് കളഞ്ഞിട്ടാണ് ING ചേർക്കുക. CLOSING, ക്ലോസിങ്, 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 CLOSING, ക്ലോസിങ്. ഓക്കെ, close, closed, closing, close, closed, closing, close, അടയ്ക്കുക, closed, അടച്ചു, closing, അടയ്ക്കുന്നു. ഓക്കെ, V1 form base form close, V2 form past form closed, V3 form past participle form closed, V4 form present participle form closing, V5 form third person singular present form closes, closes, closes. ഓക്കെ, closes. ഇവിടെ ഈ CLOSE കഴിഞ്ഞിട്ട് ഒരു S ചേർക്കുക. അത് ഉച്ചരിക്കുമ്പോൾ closes. ഓക്കെ, closes, close, closed, closed, closing, closes. Okay, V1 form base form close, V2 form past form closed, V3 form past participle form closed, V4 form present participle form closing, V5 form third person singular present form closes. Okay, ഓക്കെ മക്കളെ, നമുക്കിനി ഓപ്പൺ, ക്ലോസ് ഈ രണ്ട് വാക്കുകളും സെൻറ്റൻസസിലോട്ടിടാം. ഓക്കെ, പ്ലീസ് ക്ലോസ് ദ ഗേറ്റ് ബിഹൈൻഡ് യു. പ്ലീസ് ക്ലോസ് ദ ഗേറ്റ് ബിഹൈൻഡ് യു. പ്ലീസ് ക്ലോസ് ദ ഗേറ്റ് ബിഹൈൻഡ് യു. ദയവായി നിങ്ങളുടെ പിന്നിലുള്ള ഗേറ്റ് അടയ്ക്കൂ. ദയവായി നിങ്ങളുടെ പിന്നിലുള്ള ഗേറ്റ് അടയ്ക്കൂ. അടയ്ക്കൂന്നോ അടയ്ക്കുകയെന്നോ രണ്ടും എഴുതാം. അടയ്ക്കുകയെന്നോ എഴുതാം. ദയവായി നിങ്ങളുടെ പിന്നിലുള്ള ഗേറ്റ് അടയ്ക്കുക. പ്ലീസ് ക്ലോസ് ദ ഗേറ്റ് ബിഹൈൻഡ് യു. പ്ലീസ് ക്ലോസ് ദ ഗേറ്റ് ബിഹൈൻഡ് യു. അടുത്തത്, ഷീ ഓപ്പൻഡ് ദ ഡോർ a few minutes ago. She opened the door a few minutes ago. She opened the door a few minutes ago. She opened the door a few minutes ago. അവൾ കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് വാതിൽ തുറന്നു. She opened, അവൾ തുറന്നു. അവൾ കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് വാതിൽ തുറന്നു. She opened the door a few minutes ago. She opened the door a few minutes ago. She opened the door a few minutes ago. Okay? The shop has opened early today. The shop has opened early today. The shop has opened early today. ഇന്ന് കട നേരത്തെ തുറന്നിട്ടുണ്ട്. ഇന്ന് കട നേരത്തെ തുറന്നിട്ടുണ്ട്. The shop has opened early today.
The shop has opened early today. The shop has opened early today. The cat is closing its eyes for a nap. The cat is closing its eyes for a nap. The cat is closing its eyes for a nap. പൂച്ച ഒരു മയക്കത്തിനായി കണ്ണുകൾ അടക്കുന്നു. The cat is closing its eyes for a nap. The cat is closing its eyes for a nap. പൂച്ച ഒരു മയക്കത്തിനായി കണ്ണുകൾ അടക്കുന്നു. Okay. The cat is closing its eyes for a nap. The cat is closing its eyes for a nap. The cat is closing its eyes for a nap. അടുത്തത് She always closes the curtains at night. 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 അവൾ എപ്പോഴും രാത്രിയിൽ കർട്ടനുകൾ അടയ്ക്കുന്നു. ഓൾവേസ് എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ്, ശീലമാണ്. ഓക്കെ, തേർഡ് പേഴ്സൺ സിംഗുലർ പ്രസന്റ് ഫോം. She always closes the curtains at night. She always closes the curtains at night. ഓക്കെ, എന്ത് ചെയ്യാം? ടീച്ചർ വായിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഒരു 3 തവണ വായിക്കാം. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ. Please close the gate behind you. Please close the gate behind you. Please close the gate behind you. She opened the door a few minutes ago. She opened the door a few minutes ago. She opened the door a few minutes ago. The shop has opened early today. The shop has opened early today. The shop has opened early today. The cat is closing its eyes for a nap. The cat is closing its eyes for a nap. The cat is closing its eyes for a nap. She always closes the curtains at night. 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 ഓക്കെ അല്ലേ മക്കളെ? എന്ത് ചെയ്യാം? ഇവിടെ ഓപ്പൺ, ക്ലോസ് ഈ 2 വാക്കിൻ്റെയും V1, V2, V3, V4, V5 കോമൻറ്റ് ചെയ്യാം. ഓക്കെ. ഇന്ന് നമ്മൾ 3 വാക്കുകളാണ് പഠിച്ചത്. ലാഫ്, ഓപ്പൺ, ക്ലോസ്. ലാഫ്, ഓപ്പൺ, ക്ലോസ്. ലാഫ്, ഓപ്പൺ, ക്ലോസ്. ലാഫ് ചിരിക്കുക, പുഞ്ചിരിക്കുകയല്ല. പുഞ്ചിരിക്കുക എന്നുള്ളത് സ്മൈലാണ്, SMILE. ഇത് ലാഫ്, ശബ്ദമൊക്കെ വരുന്ന പല്ലൊക്കെ കാണിച്ച് നമ്മൾ ചിരിക്കുന്നില്ലേ, അതാണ് ലാഫ്. ഓക്കെ. ഓപ്പൺ തുറക്കുക, ക്ലോസ് അടയ്ക്കുക. ഓക്കെ. ലാഫ് ചിരിക്കുക. V1 form base form laugh. V2 form past form laughed. V3 form past participle form laughed. V4 form present participle form laughing. V5 form
third person singular present form laughs. Laugh, laughed, laughed, laughing, laughs. അടുത്തത് open, open, തുറക്കുക. V1 form base form open, V2 form past form opened, V3 form past participle form opened, V4 form present participle form opening, V5 form third person singular present form opens. Open, opened, opened, opening, opens. Okay? ഇനി അടുത്തതാണ് ക്ലോസ്, അടയ്ക്കുക. V1 form base form close, V2 form past form closed, V3 form past participle form closed, V4 form present participle form closing, V5 form third person singular present form closes. Closes. Close, closed, closed, closing, closes. Close, closed, closed, closing, closes. ഓക്കെ മക്കളെ, എന്ത് ചെയ്യണം? ലാഫ്, ഓപ്പൻ, ക്ലോസ്. ഈ 3 വാക്കിൻ്റെയും V1, V2, V3, V4, V5 ഇവിടെ കോമൻറ്റ് ചെയ്യണം. ഓക്കെ മക്കളെ. അടുത്തത് എന്താണ്? നമ്മുടെ ഓട്ടമത്സരമാണല്ലേ. ഓക്കെ, ഇന്ന് ടീച്ചർ കുറച്ച് എനർജി കുറഞ്ഞോടുന്നതെന്ന് വെച്ച് നിങ്ങളുടെ എനർജി കുറക്കരുത്. എല്ലാവരും ഫുൾ എനർജറ്റിക് ആയിരിക്കണം. എല്ലാവരും ഒന്ന് കയ്യും കാലും ഒക്കെ അനക്കൂ. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. റെഡി? 1, 2, 3 സ്റ്റാർട്ട്. റൺ, ran, run, running, runs. Jump, jumped, jumped, jumping, jumps. Eat, ate, eaten, eating, eats. Brush, brushed, brushed, brushing, brushes. Read, 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 reading, reads. Drink, drank, drunk, drinking, drinks. Wash, washed, washed, washing, washes. Play, played, played, playing, plays. Sit, sat, sat, sitting, sits. Walk, walked, walked, walking, walks. Go, went, gone, going, goes. Come, came, come, coming, comes. Climb, climbed, climbed, climbing, climbs. Fly, flew, flown, flying, flies. Swim, swam, swum, swimming, swims. Tear, tore, torn, tearing, tears. Cook, cooked, cooked, cooking, cooks. Cut, 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 cutting, cuts. Write, wrote, written, writing, writes. Learn, learnt, learnt, learning, learns. Stand, stood, stood, standing, stands. Sleep, slept, slept, sleeping, sleeps. Dance, danced, danced, dancing, dances. Sing, sang, sung, singing, sings. Pray, prayed, prayed, praying, prays. Draw, drew, drawn, drawing, draws. Wear, wore, worn, wearing, wears. Put, 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 putting, puts. Take, took, taken, taking, takes. See, saw, seen, seeing, sees. Watch, watched, watched, watching, watches. Grow, grew, grown, growing, grows. Comb, combed, combed, combing, combs. Beat, beat, beaten, beating, beats. Hit, 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 hitting, hits. Kick, kicked, kicked, kicking, kicks. Prepare, prepared, prepared, preparing, prepares. Make, made, made, making, makes. Teach, taught, taught, teaching, teaches. Bring, brought, brought, bringing, brings. Buy, bought, bought, buying, buys.
begin, began, begun, beginning, begins, become, became, become, becoming, becomes, dig, dug, dug, digging, digs, do, did, done, doing, does, forget, forgot, forgotten, forgetting, forgets, forgive, forgave, forgiven, forgiving, forgives, fall, fell, fallen, falling, falls, feel, felt, felt, feeling, feels, fight, fought, fought, fighting, fights, find, found, found, finding, finds, freeze, froze, frozen, freezing, freezes, give, gave, given, giving, gives, hear, heard, heard, hearing, hears, listen, listened, listened, listening, listens, keep, kept, kept, keeping, keeps, know, knew, known, knowing, knows, lead, led, led, leading, leads, lend, lent, lent, lending, lends, rise, rose, risen, rising, rises, sell, sold, sold, selling, sells, spend, spent, spent, spending, spends, advise, advised, advised, advising, advises, push, pushed, pushed, pushing, pushes, pull, pulled, pulled, pulling, pulls, try, tried, tried, trying, tries, fry, fried, fried, frying, fries, cry, cried, cried, crying, cries, dry, dried, dried, drying, dries, clean, cleaned, cleaned, cleaning, cleans, tidy, tidied, tidied, tidying, tidies, dust, dusted, dusted, dusting, dusts, sweep, swept, swept, sweeping, sweeps, mop, mopped, mopped, mopping, mops, speak, spoke, spoken, speaking, speaks, talk, talked, talked, talking, talks, tell, told, told, telling, tells, say, said, said, saying, says, look, looked, looked, looking, looks, hold, held, held, holding, holds, build, built, built, building, builds, think, thought, thought, thinking, thinks, reach, reached, reached, reaching, reaches, call, called, called, calling, calls, laugh, laughed, laughed, laughing, laughs, open, opened, opened, opening, opens, close, closed, closed, closing, closes. ഓക്കെ അല്ലേ മക്കളെ? എന്ത് ചെയ്യാം? എല്ലാ ഹോംവർക്ക്സും ചെയ്യാം, ആക്ടിവിറ്റീസൊക്കെ ചെയ്യാം. ഇവിടെ ലാസ്റ്റ് അറ്റൻഡൻസും കൂടിയിട്ട് നിങ്ങൾ ഇറങ്ങിക്കോളൂ. ഹാപ്പി ലേണിംഗ്.